സ്വന്തം ശരീരം വിൽക്കുന്നവരുണ്ടായിരുന്നു. 2 രൂപയ്ക്ക്, 5 രൂപയ്ക്ക്, നാഴികേരിക്ക്. പ്രമാണിയുടെ കടപ്പറയുടെ മുമ്പിൽ തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എത്ര പേർ? അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രകടനത്തിലുണ്ട്. ആ പ്രകടനത്തിൽ വരുന്ന ഒരു പെൺകുട്ടിക്കും പ്രിയപ്പെട്ടവരെ സഖാക്കളോട് വേറെ താല്പര്യമായിരുന്നില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രിയപ്പെട്ടവരെ, ആ കമ്മ്യൂണിസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രമോദ് പറഞ്ഞല്ലോ, ഈ പ്രകടനം എത്ര ആയിരങ്ങളാണ് ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്? എത്ര ആയിരങ്ങൾ, 10,000. അവരാരെങ്കിലും പഞ്ചായത്ത് മെമ്പറാവാനാണോ? ആണോ? അവർക്ക് എന്ത് കാര്യം? പഞ്ചായത്ത് മെമ്പറാവോ അവർക്ക് വല്ലതും ഉണ്ടോ? ഈ പഞ്ചായത്ത് മെമ്പർക്ക് തന്നെ എന്ത് കാര്യം? ഈ 24 മണിക്കൂർ നടന്ന 8,000 രൂപയാണ്. ഈ 8,000 രൂപ ഓട്ടോറിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ തന്നെ അത് 10,000 കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനത്തിന് വരുന്നവർ, കൊടി പിടിക്കാൻ വരുന്നവർ, വളണ്ടിയർ ആവാൻ വരുന്നവർ, തല്ലാൻ വരുന്നവർ, RSSന്റെ സംഘർഷത്തിന് മുമ്പിൽ നിൽക്കുന്നവർ, മരിക്കുന്നവർ, രക്തസാക്ഷികളാകുന്നവർ, എല്ലാം എന്തിനു വേണ്ടി അവർ നടക്കുന്നത്? 5,56,000 പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. 5,56,000. എത്ര പേർക്ക് MLA ആവാൻ കഴിയും? 100 പേർക്ക് കഴിയും. ഇടതുപക്ഷ മുന്നണിയാകുമ്പോൾ CPMന്റെ 100 പേരുണ്ടാവോ? ഇല്ല. CPIയിൽ പറ്റുമോ? അതിലും വലിയ മെമ്പർഷിപ്പുള്ള പാർട്ടിയല്ല. 10, 40, 50, 60. എത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ആകും? ബാബുരാജിനെ പോലെ എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരാകാൻ കഴിയും? എത്ര പേർക്ക് ജില്ലാ പഞ്ചായത്ത്? ആളുകളുടെ നിഷ്കാമ കർമ്മം, ദൈവത്തെ പോലെ, അച്ഛനെ പോലെ, മക്കളെ പോലെ സ്നേഹിക്കുന്ന പാർട്ടി. ആ പാർട്ടിയുടെ കഴിഞ്ഞകാല വരവിൽ, വേദനയിൽ, വേക്ഷയിൽ, തകർച്ചയിൽ, മരണത്തിൽ, ആത്മഹത്യയിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഈ കേരളത്തിൽ 13 പേരാണ് ആത്മഹത്യ ചെയ്തത്. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്നതിന് ഇവിടെ ദിനം മരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ ആമുഖാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ RSS പതുക്കെ കടന്നു വരുന്ന ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ആകാൻ ശ്രമിക്കുന്നു. തേർഡ് ആൾട്ടർനേറ്റീവ് ആകാൻ അവൻ ശ്രമിക്കുന്നു. അവനെ എങ്ങനെയാണ്, ആരാണ് ചെറുക്കുന്നത്, എങ്ങനെയാണ് ചെറുക്കുന്നത്, എന്തുകൊണ്ടാണ് ചെറുക്കുന്നത്? അവര് പറയുന്ന വിചാരധാരയിൽ പറയുന്നത് 3 പേര് കുഴപ്പക്കാരാന്ന്. ഒന്ന് ക്രിസ്ത്യാനി, ഒന്ന് മുസൽമാൻ, ഒന്ന് കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ടാണ് അവർ ചെറുക്കുന്നത്? ആ ഈഴവനും പുലയനുമാണെന്ന് അവനെ ചെറുക്കണം. അവരറിഞ്ഞിട്ടില്ല. കുറച്ച് മിടുക്കന്മാരൊക്കെ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈഴവരും പുലയരും പറയരും മുള്ളാടരും മലവർഗക്കാരും ആദിവാസിയും ദളിതനും കറുത്തവരും അവനാണ് ഇതിലുള്ളതെന്നുകൊണ്ട് അവനെ കൊല്ലണം, തകർക്കണം, അവനെ ഓടിക്കണം. മുസൽമാൻ അന്യനാടിൽ നിന്ന് വരുന്നുണ്ട്, അവനെ കൊല്ലണം. ക്രിസ്ത്യാനി അന്യനായതുകൊണ്ട് കൊല്ലണം. കമ്മ്യൂണിസ്റ്റുകാർ ഇത് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ ചില ബിഷപ്പുമാർക്ക് മനസ്സിലായില്ല. പാമ്പളാനി തിരുമേനി, അതേമാതിരി അവരെ പിന്തുണയ്ക്കുന്ന ഒരു കരിമ്പൻ കാല യഥാർത്ഥത്തിൽ കാലനാണ്. അവർക്ക് എന്താ പറയുന്നത്? RSS എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനമാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം ശങ്കരാചാര്യർക്ക് ശേഷം വരുന്ന ഒരു പ്രഭാവനാണ്. നാടെങ്ങനെയാണ്? പൂത്തുലയാണ്. ആപ്പിള്, മുന്തിരി, നറുനണ്ടിക്കിഴങ്ങ്, തേന്, പാല്. അപ്പുറത്ത് കിടന്നാൽ പ്രിയപ്പെട്ടവരെ മുറിച്ച ആപ്പിള് മുറിച്ചു തരാൻ ആളുകള്, വിശറി വീശാൻ, രാമച്ചത്തിന്റെ വിശറി വീശാൻ ആളുകള് വടക്കയ്യന്റെ ഇങ്ങനെ കൊടുത്ത് സുഖകരമാകും. വടക്കേന്റെ പോയി നോക്കിയാൽ അറിയാം. ഞാൻ 2000-2006 വരെ മിക്കവാറും വടക്കേന്റെ മുഴുവൻ നടണ്ടവൻ. ഒരു നാടുമില്ല. സൂററ്റിൽ പോയാൽ കുറച്ച് ടൗൺ കാണാം, ബാംഗ്ലൂരിൽ പോയാൽ കുറച്ച് ടൗൺ കാണാം, ഉത്തർപ്രദേശിൽ പോയാൽ കാൺപൂരിൽ കുറച്ച് ടൗൺ കാണാം. പ്രിയപ്പെട്ടവരെ, ടൗൺ കഴിഞ്ഞാൽ ബാക്കിയുള്ള മേഖലകൾ എങ്ങനെയാണ്? പട്ടിണി കിടക്കുന്ന കോലങ്ങൾ, കർപ്പായിൽ കിടക്കുന്ന ആളുകൾ, വിശന്ന് വലയുന്ന ആളുകൾ, റോഡുകളേയില്ല. പാവങ്ങൾ ഇങ്ങനെ പണിയെടുക്കും. 24 മണിക്കൂർ പണിയെടുക്കുന്ന കറുത്ത കൂട്ടങ്ങളായി നടക്കുന്ന ഈ വടക്കേന്റെ ഗ്രാമം
ഈ രാജ്യത്ത് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതെങ്ങനെ കേരളം വളർന്നത്? കേരളത്തിൽ പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനമില്ലെങ്കിൽ കേരളം വളരും. കേരളത്തിലെ വളർച്ച എന്ന് പറയുന്നത് വടക്കേന്ത്യ പോലെയാണോ? അപ്പോൾ RSS നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ വന്നാൽ ഹിന്ദു ഹിന്ദു ഹിന്ദു. ഏത് ഹിന്ദു? ഹിന്ദുത്വ. ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ. ഹിന്ദു മതം എന്ന് പറയുന്നത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മതമാണ്. വലിയ മതമാണ്. സകല ചരാചരങ്ങൾക്കും മണ്ഡകടാകങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും സസ്യജലാദികൾക്കും പുഴകൾക്ക് പൂക്കൾക്ക് മലകൾക്ക് വെയില് മഞ്ഞ് മഴ പറക്കുന്ന പറവ പറവയുടെ തൂവലുകൾ എന്നറിയാതെ കൊടിയുന്ന തൂവൽ, ആ തൂവലിന്റെ രോമരാജികളിൽ കുടികൊള്ളുന്ന ആത്മാവിനകത്ത പരമാത്മാവ്. ഇത്രയും പഠിക്കാനുള്ള ഒരു മതം വേറൊരു മതവുമില്ല. ആ മതവുമായി RSS എന്ത് ബന്ധം? എന്താ നിങ്ങളുടെ ബന്ധം? നിങ്ങൾക്കൊരു ബന്ധവുമില്ല. ഹിന്ദു മതം എന്ന് പറഞ്ഞ പട്ടു തുണിയാണ്, പട്ടു തുണി. നിങ്ങൾ അതിനെ കൊണ്ടുപോയി തയ്പ്പുകാരനെ കൊടുത്ത് കോമിക്കായിട്ട് ഷർട്ട് ധരിക്കുന്നതിന്റെ പേരാണ് ഹിന്ദുത്വം. തുണി നല്ല തുണിയാണ്. പക്ഷെ നിങ്ങള് തയ്ക്കാൻ അറിയാത്ത തയ്പ്പുകാരനത് തയ്ച്ച് കഴിയുമ്പോൾ 4 കോളറും 16 കീശയും അതേമാതിരി തന്നെ വച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടാൻ കൊള്ളൂ. ഹിന്ദുവിനെ ഹിന്ദുത്വയാക്കി മാറ്റി പ്രിയപ്പെട്ടവരെ അവന്റെ കയ്യിൽ ആയുധം കൊടുക്കുന്നതിന്റെ പണിയാണ് ഹിന്ദുത്വം.